ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ വിശ്വാസവും വാത്സല്യവും ഏറ്റുവാങ്ങിയ മൂർത്തിയാണ് ശ്രീകൃഷ്ണൻ. കൃഷ്ണസങ്കല്പത്തിൽ ഭക്തജനങ്ങൾ ആരാധിച്ചു വരുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനമായ ക്ഷേത്രമാണ് ഗുരുവായൂർ. ഈ ക്ഷേത്രത്തിന്റെ പേരിലാണ് ഈ നഗരം തന്നെ അറിയപ്പെടുന്നത്. കേശവായ അംഗുഷ്ടാഭ്യാം നമഃ, നാരായണായ തർജനീഭ്യാം നമഃ. വിഷ്ണു വിഗ്രഹത്തെ കൃഷ്ണനായി കൽപ്പിക്കുന്നതിനും വ്യക്തമായ കാരണമുണ്ട്. കാരാഗൃഹത്തിൽ കിടന്ന വസുദേവർക്കും ദേവകിക്കും ദർശനം നൽകിയ ഭാവമാണ് ഗുരുവായൂരിലെ മഹാവിഷ്ണുവിന് എന്നാണ് വിശ്വാസം. അതിനാലാണ് ഉണ്ണിക്കണ്ണനായി ആരാധിക്കപ്പെടുന്നത്. പീലി ചൂടിയോ വനമാല ചാർത്തിയോ ഗോപനന്ദനൻ മായ കാട്ടി നിന്നുവോ. ക്ഷേത്രനാമത്തെക്കുറിച്ചുള്ള ഐതിഹ്യവും ക്ഷേത്രോൽപത്തി കഥയും ഏറെ പ്രസിദ്ധമാണ്. സൃഷ്ടികർമ്മത്തിൽ മുഴുകിയിരുന്ന ബ്രഹ്മാവ് തനിക്കും തന്റെ സൃഷ്ടികൾക്കും മോക്ഷം ലഭിക്കുന്നതിനുള്ള മാർഗം തെളിക്കണമെന്ന് വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു. അതിനായി വിഷ്ണു തന്റെ രൂപത്തിലുള്ള ഒരു അഞ്ജന വിഗ്രഹം ബ്രഹ്മാവിന് സമ്മാനിച്ചു. ബ്രഹ്മാവ് പിന്നീട് ഈ വിഗ്രഹം സുതപസ് എന്ന രാജാവിന് നൽകി. സന്താനഭാഗ്യത്തിനായി വിഷ്ണുവിനെ തപം ചെയ്തിരുന്ന സുതപസ് ഈ വിഗ്രഹം നിത്യേന ഭക്തിയോടെ പൂജിച്ചു. ഒരു നാൾ വിഷ്ണു പ്രത്യക്ഷനാകുകയും 3 ജന്മങ്ങളിൽ താൻ സുതപസിന്റെ പുത്രനായി ജനിക്കും എന്ന് വരം നൽകുകയും ചെയ്തു. 3-ാം ജന്മത്തിൽ സുതപസ് വസുദേവനും വിഷ്ണു കൃഷ്ണനുമായി ജനിച്ചു. വസുദേവർ ആരാധിച്ചിരുന്നതും തലമുറകളായി കൈമാറി വന്നതുമായ ആ വിഗ്രഹം കൃഷ്ണന്റെയും ആരാധനാമൂർത്തിയായി. കൃഷ്ണൻ ദ്വാരകയിലും ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വന്നു. ദ്വാരക വെള്ളത്തിൽ മുങ്ങുന്നതിനു മുമ്പ് നാട്ടിലെ സകലതിനെയും ജലം വിഴുങ്ങുമ്പോൾ ഈ വിഷ്ണു വിഗ്രഹം മാത്രം പൊങ്ങിക്കിടക്കുമെന്നും അത് ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിക്കണമെന്നും കൃഷ്ണൻ ഉദ്ധവരെ ചട്ടം കെട്ടി. ദ്വാരക പ്രളയത്തിൽ മുങ്ങി. അലകൾക്ക് മുകളിൽ വിഷ്ണു വിഗ്രഹം ഒഴുകി നടന്നു. തിരമാലകൾക്ക് മുകളിൽ പൊങ്ങിക്കിടന്ന വിഷ്ണു വിഗ്രഹത്തെ വായുവിന്റെ സഹായത്തോടെ ബൃഹസ്പതി ഏറ്റെടുത്തു. വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉചിതമായ സ്ഥാനം തേടി ആകാശമാർഗേണ സഞ്ചരിച്ച ബൃഹസ്പതിയും വായുവും ഭാരതത്തിന്റെ തെക്കുഭാഗത്തായി ഒരു സ്ഥാനം കണ്ടെത്തുകയും വിശ്വകർമാവിന്റെ സഹായത്തോടെ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ സ്ഥലം എന്നതുകൊണ്ട് തന്നെ ഇവിടം ഗുരുവായൂർ എന്ന പേരിൽ പ്രസിദ്ധമായി. ഇതാണ് ഗുരുവായൂരിനെ സംബന്ധിച്ച ഐതിഹ്യം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ